പലതരം ചേരുവകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പി എൻ്റെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന റെസിപ്പി അല്ല കേട്ടോ. ഇത് ഇത്തിരി വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മട്ടൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ നെയ്യൊന്നും ഞാൻ അങ്ങനെ കളഞ്ഞിട്ടില്ല കേട്ടോ. ആട്ടിറച്ചിയുടെ നെയ്യൊന്നും കളയണമെന്നില്ല. പിന്നെ എല്ലൊക്കെയുള്ള കഷ്ണങ്ങളാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. ആദ്യം തന്നെ ഈ മട്ടൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് കേടാണ്. ഞാൻ കട്ട തൈര് പൊടിയില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ഡയറക്റ്റായിട്ട് മട്ടനിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് മട്ടനിലേക്ക് ചേർക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മട്ടനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൈര് കട്ട പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിങ് ഒന്നുകൂടി എളുപ്പമായി കിട്ടും. ഇനി നമ്മുടെ മട്ടൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ് ആദ്യം തന്നെ ഇടാൻ മറന്നു പോയതാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇടുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റെങ്കിലും അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മട്ടൻ നമ്മളവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. 2 മീഡിയം സവാള മതിയാവും കേട്ടോ. എൻ്റെ സവാള തീരെ ചെറുതായതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. തക്കാളി നിങ്ങൾ എടുക്കുന്നത് പുറത്തുനിന്ന് വരുന്ന പുളിയില്ലാത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മീഡിയം സൈസിലുള്ളത് എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ട് തന്നെ ഒരു വലുതെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളക് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ്. അതിനായിട്ട് 1.5-2 ഇഞ്ച് വലിപ്പമുള്ള മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 10-12 വെളുത്തുള്ളി മീഡിയം സൈസിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പരമാവധി ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ ഇത് അരച്ചെടുക്കാം കേട്ടോ. ഇത്രയും കൂടാതെ ഞാൻ 5-6 ചെറിയുള്ളി കൂടി എടുത്തിട്ടുണ്ട്. അത് അരിയൊന്നും വേണ്ട, മുഴുവനായിട്ട് തന്നെ എടുത്താൽ മതി. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറിയുള്ളിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇനി ഫൈനലി നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ആണ് മല്ലിയില. ഇത് അവസാനം ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ട് കഴുകാനായിട്ട് വെക്കുന്നുള്ളൂ. ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഇതൊന്ന് അരിഞ്ഞെടുക്കുക. ഇതൊരു 2 ടേബിൾ സ്പൂണോളം മതിയാവും കേട്ടോ. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ആദ്യം തന്നെ അരച്ചെടുക്കാനായിട്ട് കുറച്ച് മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയുടെ സ്ഥാനത്ത് നിങ്ങൾ ഗീ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ബേ ലീഫ് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാം. നല്ലൊരു ഫ്ലേവറിന് നല്ലതാണ്. 1.5 ഇഞ്ച് ചെറിയ സൈസ് പട്ട, 4 ഏലക്ക, 5 കറിയാമ്പൂ. വലിയ കറിയാമ്പൂ എന്നുണ്ടെങ്കിൽ 3-4 മതിയാവും കേട്ടോ. അതുപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പറഞ്ഞ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവുന്നതിനോടൊപ്പം തന്നെ അത് നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. അതിൻ്റെ ഒപ്പം നല്ലൊരു സ്മെല്ല് ആ മസാലയിൽ നിന്ന് വന്നു തുടങ്ങും. ആ സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തീരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം സ്പൈസസ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാൻ എൻ്റെ ഇതിൽ മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ സ്പൈസസ് പുകയോ കരിഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കോട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. സവാള നല്ലൊരു സോഫ്റ്റ് ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി സവാളയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. മട്ടനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുള്ളതാണ്. അതനുസരിച്ച് കുറച്ച് ഉപ്പ് മാത്രം നമ്മൾ ഈ മസാലയിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ സവാള ഇവിടെ സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മൾ സ്പൈസസ് ഒക്കെ ഇടുന്ന സമയത്ത് കുരുമുളക് ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ നിങ്ങൾ സ്പൈസസ് ഇടുന്ന സമയത്ത് തന്നെ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കറി ഒരു മീഡിയം എരിവിലാട്ടോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 കുരുമുളക് ഞാൻ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ എരിവ് അധികം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. സവാള ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ഈ തക്കാളി പുറത്തുനിന്ന് വാങ്ങിച്ച തക്കാളി അല്ല കേട്ടോ, അമ്മച്ചിയുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായ തക്കാളിയാണ്. തക്കാളി ഒന്ന് പെട്ടെന്ന് കുക്കാവാനായിട്ട് ഞാനൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിത് 2 മിനിറ്റോളം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തത് കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമ്മുടെ മസാല നന്നായിട്ട് ചൂടാറി തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല നല്ല മഷി പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൺ വേവിക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കും. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അധികം ഓയിൽ കിടന്ന് ഫ്രൈ ആവുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകാനായിട്ട്. ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇടാത്തവർ അതുണ്ട്, ഓപ്ഷനിലാണ്. ഇതിലിങ്ങനെ പത വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. വെളിച്ചെണ്ണയിലുള്ള എന്തെങ്കിലും മായത്തിൻ്റെ ആയിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ ഉള്ളി ഇപ്പോൾ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മസാല കംപ്ലീറ്റ് ഇട്ടെടുത്ത ശേഷം മിക്സിയുടെ ജാറിലുള്ള കുറച്ച് അരിപ്പും കൂടി പോരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്ലെയിം ലോ മീഡിയത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത്. നമുക്ക് കുറച്ചധികം സമയം ഇത് കുക്ക് ചെയ്യാനുള്ളതാണ്. നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് ഈ പാകം ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇതിനൊരു 4-5 മിനിറ്റ് എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്തതാണ്. അതുപോലെ നല്ല മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. നന്നായി കുക്കായ ഓയിൽ നന്നായിട്ട് തെളിഞ്ഞ് നിന്ന് മസാലയിലേക്കാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ മാറിക്കോളും. പൊടികൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൻ ഇട്ട് കൊടുക്കാം.
മിക്സ് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പകുതി മട്ടൻ ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ബാക്കി മട്ടനും കൂടി ഇട്ടെടുത്ത് മിക്സ് ചെയ്യാം. ഇത്രയും വരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അവസാനമാകുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. മട്ടനും മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഈ മസാല ഒന്ന് ചൂടാവാൻ അനുവദിക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമ്മുടെ മട്ടനിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 250 ml വെള്ളം മതിയാവും കേട്ടോ. നമ്മുടെ മട്ടനായിട്ട് ഒപ്പം നിരപ്പിൽ നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുക്കർ അടിച്ച് 5 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം കേട്ടോ. ഇപ്പോൾ 5 വിസിൽ കഴിഞ്ഞ് കുക്കർ ഓഫ് ആക്കിയിട്ട് വിസിലൊക്കെ പോയി തീർന്നിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടനൊക്കെ നന്നായി കുക്കായി വന്ന് കറി ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് തിളപ്പിക്കുന്നത് നല്ലതായിരിക്കും കുക്കർ തുറന്ന ശേഷം. ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പ് അരിവ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. നമ്മുടെ ഈ കറിയിലേക്ക് ഞാൻ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും വരും. നമ്മൾ ഹോൾ സ്പൈസസ് ഒക്കെ അരച്ച് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് പൊടി ഇടുന്നത് നല്ലതാണ്. അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അധികം നേരം തിളപ്പിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഗ്രേവിയൊക്കെ പാകാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ മട്ടൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ആ കമൻറ്റ് ബോക്സിലൂടെ എന്നെ ഒന്ന് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.